പാലക്കാടും ചേലക്കരയും ഉപതെരഞ്ഞെടുപ്പ് നമ്മൾ കണ്ടു. പക്ഷേ ആ ഒരു രാഷ്ട്രീയ സാഹചര്യമല്ല നിലമ്പൂരിൽ. അത് ഒരു ഒഴിവാക്കാമായിരുന്ന ഒരു ഉപതെരഞ്ഞെടുപ്പാണ്. പക്ഷേ ഉപതെരഞ്ഞെടുപ്പ് വരുന്നു. പി അൻവറിൻ്റെ രാഷ്ട്രീയ ഭാവി എന്തായിരിക്കും എന്നതിനപ്പുറം ഇനി തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് വരുന്നു, നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുന്നു. അതിനായിട്ടുള്ളൊരു കർട്ടൻ റൈസറായിട്ട് വേണമെങ്കിൽ വിലയിരുത്താം. എന്താണ് ഒരു പൊതുചിത്രം, എന്താണ് മനസ്സിലാക്കുന്നത്? ഞാൻ അതിനെക്കുറിച്ച് മനസ്സിലാക്കിയത്, അൻവർ അവിടെ ഒരു നല്ല കളി കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അൻവറിന് എങ്ങനെയും UDFിലേക്കൊരു എൻട്രി വേണം. അതിനുവേണ്ടി ഒരുപാട് ബലപ്രയോഗം നടത്തും എന്ന് വേണം കരുതാൻ. ഇപ്പോൾ അൻവർ ചിന്തിക്കേണ്ട കാര്യം എന്താണ്? എനിക്ക് പിതൃതുല്യനാണ് പിണറായി വിജയൻ എന്ന് പറഞ്ഞ് 9 വർഷം കൂടുന്ന ആളാണ്. ആണല്ലോ. അദ്ദേഹത്തിൻ്റെ എല്ലാ ചെയ്തികളും നല്ലത് തന്നെയാണ്. ഒരുപാട് അഴിമതിക്കഥകൾ വന്നു, ഒരിക്കലും അദ്ദേഹം ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞ ആൾ 9 വർഷം കഴിഞ്ഞ് പെട്ടെന്ന് പുറത്തേക്ക് ഇറങ്ങിയിട്ട് പറയുകയാണ് പിണറായിസം, മരുമകനിസം എന്ന് പറയുന്ന രാഷ്ട്രീയ ധാർമ്മികത എന്ന് പറയുന്നത് എന്താണ്? അതെനിക്ക് മനസ്സിലാകുന്നില്ല. അത് രാഷ്ട്രീയക്കാർക്ക് മാത്രം പറ്റുന്നൊരു കാര്യമാണ്. അത് ഏതൊരു രാഷ്ട്രീയ പാർട്ടിയിലുള്ള ആളുകളെക്കുറിച്ച് ഞാനങ്ങനെ തന്നെ പറയും. ഇപ്പം സന്ദീപ് വാര്യർ BJP വിട്ട് കോൺഗ്രസിലേക്ക് വന്നപ്പോൾ അടുത്ത ദിവസം മുതൽ BJPയെ ചീത്ത വിളിക്കുന്നു. ശരിയല്ലേ? തീർച്ചയായും. ഡോക്ടർ സരിൻ കോൺഗ്രസിൽ നിന്ന് പോകുന്ന അടുത്ത ദിവസം മുതൽ CPM ആണ് പാർട്ടി. കോൺഗ്രസ് എന്ന് പറയുന്നത് അവിടെ തോന്നിയവാസമാണ്, തൻപോരിമയാണ് എന്ന് പറയുന്ന രാഷ്ട്രീയം എന്ന് പറയുന്നത് അവസരങ്ങൾ പ്രയോജനപ്പെടുത്തൽ കൂടിയാണല്ലോ. അവസരങ്ങൾ ആർക്ക് വേണ്ടി പ്രയോജനപ്പെടുത്തണം? അവിടെയാണ് രാഷ്ട്രീയം എന്ന് പറയുന്നത്. രാഷ്ട്രത്തെ സംബന്ധിക്കുന്നത് രാഷ്ട്ര സേവനമല്ലേ വേണ്ടത്? ജനങ്ങൾക്ക് വേണ്ടിയല്ലേ രാഷ്ട്രീയം? അപ്പോൾ അവസരങ്ങൾ പ്രയോജനപ്പെടുത്തുന്നത് എന്താണ്? ഒരു MLA ആകുക, അല്ലെങ്കിൽ ഒരു മന്ത്രിയാകുക, ആ അവസരം പ്രയോജനപ്പെടുത്തുകയാണ്. ഇപ്പോൾ കോൺഗ്രസിൽ തന്നെ ഉണ്ടായിരുന്ന ആളല്ലേ അൻവർ? കോൺഗ്രസ്സുകാരനായിരുന്നു. അവിടുന്ന് ഒരു സുപ്രഭാതത്തിൽ CPM വലിച്ചുകൊണ്ടുപോയി. അവിടെ മത്സരിച്ചു, 2 ടേമിൽ ജയിച്ചു. പിന്നെ ഇവരുടെ ആഭ്യന്തര കലാപം തുടങ്ങിയപ്പോഴാണല്ലോ അൻവർ പോരുന്നത്. ഞാൻ ഉറപ്പിച്ച് പറയുന്നു, UDFന് അല്ലെങ്കിൽ കോൺഗ്രസ്സിന് അന്തസ്സുണ്ടെങ്കിൽ അൻവറിനെ എടുക്കില്ല എന്ന് തന്നെ പറയണം. അതോടെ അൻവറിൻ്റെ രാഷ്ട്രീയ ഭാവി തീരും. ശരിയല്ലേ? അൻവർ എന്ന് പറയുന്ന നിലമ്പൂരെ MLA ആയിരുന്ന, 2 ടൈമിൽ MLA ആയിരുന്ന, ഇപ്പോൾ രാഷ്ട്രീയ പാർട്ടി ചാടി മറിഞ്ഞിരിക്കുന്ന ആ വ്യക്തിക്ക് എന്തുണ്ട് ജനസ്വാധീനം? ജനസ്വാധീനം ഉണ്ടായിരുന്നെങ്കിൽ ചേലക്കര ഒരു സ്ഥാനാർത്ഥി നിർത്തിയിട്ട് എത്ര വോട്ടാണ് കിട്ടിയത്? 4000-ഓടടുത്ത് വോട്ടല്ലേ കിട്ടിയത്. ഇയാൾ ഇവിടെ സ്വതന്ത്രനായിട്ട് മത്സരിക്കുമെന്ന് പറയുന്നു. 2 ദിവസം മറുപടി പറയുന്നു, കോൺഗ്രസിനെ പേടിപ്പിക്കാൻ വേണ്ടിയല്ലേ. ഉടനെ VD സതീശൻ പറയുന്നു UDFിലേക്ക് ഞങ്ങൾ ചേർത്ത് പിടിക്കും. ഞാൻ പറയുന്നത്, എവിടെയാണ് ഈ UDFന് അധികാരം മാത്രമാണോ ലക്ഷ്യം? ആദർശമെന്ന് പറയുന്ന ഒന്നില്ലേ? അതെന്തുകൊണ്ടാണ്? അത് മനുഷ്യൻ മനസ്സിലാക്കില്ലേ? ആർക്കും വേണ്ടാതെ നടക്കുന്ന അൻവറിനെ അദ്ദേഹം DMK ഉണ്ടാക്കാൻ നോക്കി. പിന്നീട് തൃണമൂലിൽ പോയി. തൃണമൂൽ കോൺഗ്രസ് കേരളത്തിൽ എന്ത് ചുക്കും ചുണ്ണാമ്പും ചെയ്യും? തൃണമൂൽ കോൺഗ്രസിന് ഇവിടെ എന്താണ് നിലനിൽപ്പ്? അപ്പോൾ എവിടെയെങ്കിലും പിടിച്ചു നിൽക്കാൻ ഒരു കച്ചിത്തുരുമ്പ് വേണം. അതിനാണ് തൃണമൂലിൽ ചേർന്ന് പറയും. തൃണമൂലായതുകൊണ്ട് മാത്രം UDFിൽ ചേർക്കില്ല എന്ന് പറയും. അവിടെ തൃണമൂലായതുകൊണ്ടാണ്. അൻവർ എന്ന് പറയുന്ന വ്യക്തിയുടെ ആ വ്യക്തിത്വത്തെ നോക്കുന്നില്ല. ഇയാൾ കോൺഗ്രസിൽ നിന്നും അധികാരത്തിന് വേണ്ടി CPMലേക്ക് പോയി, അല്ലെങ്കിൽ LDFിലേക്ക് ചേർന്നു. ഇനി തിരിച്ച് കോൺഗ്രസിലേക്ക് ഞങ്ങൾക്ക് വേണ്ട, അല്ലെങ്കിൽ UDFിലേക്ക് വേണ്ട എന്ന് പറയാനുള്ള പേടി എവിടെയാണ്? അദ്ദേഹം സ്വതന്ത്രനായി ഇവിടെ മത്സരിച്ചാൽ എത്ര വോട്ട് പിടിക്കും? ഞാൻ പറയുന്നു 5000-ൽ കൂടുതൽ വോട്ട് പിടിക്കില്ല എന്ന് ഞാൻ പറയും. അങ്ങനെ ജനസ്വാധീനമൊന്നുമില്ല അൻവറിന്. അതിനേക്കാൾ ജനസ്വാധീനമുള്ള ആളാണ് ആര്യാടൻ ഷൗക്കത്ത്. 3 പതിറ്റാണ്ട് ആര്യാടൻ മുഹമ്മദ് അവിടെ ഭരിച്ചിരുന്ന ആളാണ്, അവിടെ ഉണ്ടായിരുന്ന ആളാണ്, മിനിസ്റ്ററായിരുന്ന ആളാണ്, MLA ആയിരുന്ന ആളാണ്. അദ്ദേഹത്തിൻ്റെ മകൻ എന്ന് പറഞ്ഞ ആര്യാടൻ ഷൗക്കത്ത് അവിടെ മനോഹരമായിട്ട് അവിടെ മുനിസിപ്പാലിറ്റിയിലെ ഭരണം കാഴ്ചവെച്ച ആളാണ്. ഒരുപാട് നല്ല പദ്ധതികൾ കൊണ്ടുവന്ന ആളാണ്. ആ മുനിസിപ്പാലിറ്റിയെ ഇന്ത്യയിലെ ഏറ്റവും നല്ല മുനിസിപ്പാലിറ്റിയായിട്ട് ഉയർത്തിയ മുനിസിപ്പൽ ചെയർമാനായിരുന്നു. അങ്ങനെ സംസ്കാര സമ്പന്നനാണ്, എഴുത്തുകാരനാണ്, ഒരുപാട് സിനിമയുണ്ട്. ഞാൻ സിനിമ എന്ന് പറയുന്നത് അതുകൊണ്ട് സംസ്കാര സമ്പന്നം എന്നല്ല പറഞ്ഞത്. അദ്ദേഹം ചെയ്ത സിനിമകളും വളരെ നോട്ടബിളായ സിനിമകളായിരുന്നു, അവാർഡുകൾ കിട്ടിയ സിനിമകളായിരുന്നു. അല്ല അതൊരു കൊമേഴ്സ്യൽ സിനിമ ചെയ്ത് കാശുണ്ടാക്കാമെന്നല്ല വിചാരിച്ചത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞത് ജനസ്വാധീനമുള്ള ആളാണ്. പിന്നെ ഇപ്പോൾ അൻവർ പറയുന്നത് VS ജോയി ആയിരുന്നു അവിടെ സ്ഥാനാർത്ഥിയായിട്ട് പറയേണ്ടത്. കാരണം മലയോര കർഷകർക്ക് പ്രയോജനകരമായ രീതിയിൽ ജോയി പ്രവർത്തിക്കും. ഇനി കേവലം 1 വർഷമേ ഉള്ളൂ
അതെ. അതിനകത്ത് തന്നെ പ്രവർത്തിക്കാൻ പറ്റണമെങ്കിൽ 8 മാസമേ കാണുള്ളൂ. ആ 8 മാസം കൊണ്ട് ജോയി എന്ത് മലമറിയും? ഇനി 9 വർഷം ഇവിടെ MLA ആയിരുന്ന PV അൻവറിന് എന്തുകൊണ്ട് മലയോര കർഷകർക്ക് വേണ്ടി ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല? ആ ചോദ്യം പ്രസക്തമല്ലേ? ഇല്ല, പുള്ളി ആഫ്രിക്കയിലോ മറ്റേ ആഫ്രിക്കയിൽ മൈനിങ്ങിന് പോയി. എന്നിട്ട് കൗബോയ് ക്യാപ്പും വെച്ച് കൂളിംഗ് ഗ്ലാസും വെച്ച് അവിടെ നിന്ന് വീഡിയോ ചെയ്ത് അയക്കുക. ഫേസ്ബുക്ക് ലൈവ്. ഞാൻ കോടികളുടെ ബിസിനസ്, അത് കോടികളുടെ ബിസിനസ് ഒന്നും ആയിരുന്നില്ല. അവിടെ ഈ സ്വർണ്ണ ഖനിയിൽ തരി പെറുക്കാൻ പോകുക എന്ന് പറഞ്ഞൊരു കാര്യമുണ്ടെന്നാണ് പറയും. അതായിരുന്നു പറയും. എന്തായാലും ഇപ്പോൾ ആഫ്രിക്കയെക്കുറിച്ച് പറഞ്ഞു കേൾക്കുന്നില്ല. അപ്പോൾ ഇപ്പം ഞാൻ പറഞ്ഞത് LDFിലിരുന്ന് എല്ലാ സ്വാധീനവും ഉപയോഗിച്ച് എല്ലാ നേട്ടങ്ങളും ഉണ്ടാക്കിയതിന് ശേഷം തെറി പറഞ്ഞുകൊണ്ട് ചാടുന്നു. ഞാൻ ഇപ്പോഴും പറയുന്നു, UDF വരേണ്ട, ഞങ്ങൾക്ക് വേണ്ട. UDF ആദ്യം ഒരു നിർദ്ദേശം വെച്ചു, KK രമയൊക്കെ നിൽക്കുന്നത് പോലെ അസോസിയേറ്റ് ചെയ്യുക. അതിന് സമ്മതിക്കില്ല. UDF മുന്നണിയിൽ ചേരണം. കോൺഗ്രസ്സിന് അന്തസ്സുണ്ടെങ്കിൽ അതിന് സമ്മതിച്ചു കൊടുക്കരുത്. നിങ്ങൾ എന്ത് വേണമെങ്കിലും ചെയ്തോളൂ, ഞങ്ങളുടെ സ്ഥാനാർത്ഥി ആരുടെയും ഷൗക്കത്താണ്. ജനങ്ങൾക്ക് ഭരണവിരുദ്ധ വികാരമുണ്ടെങ്കിൽ ജനങ്ങൾ വോട്ട് ചെയ്ത് വിജയിപ്പിക്കും. ഇനി അൻവർ പറയുന്ന സ്ഥാനാർത്ഥിയെ നിർത്തി ആ സ്ഥാനാർത്ഥി അങ്ങനെ ജയിച്ചാൽ അൻവർ പിന്നെ തലയിൽ കയറില്ലേ? എൻ്റെ മിടുക്കാണ് ആ ജയത്തിൻ്റെ കാരണമെന്ന് പറയില്ലേ? ഇനി ഇപ്പോൾ ആര്യാടൻ ഷൗക്കത്തിന് ഒരു തോൽവി സംഭവിച്ചാൽ അപ്പോഴും ചാടും. കണ്ടില്ലേ, ഞാൻ പറഞ്ഞില്ലേ എനിക്കത്ര സ്വാധീനമുണ്ടെന്ന് പറയും. അപ്പം അങ്ങനെ ചാടിക്കളിക്കുന്ന ഒരാളെ, അതെന്ത് രാഷ്ട്രീയമാണെങ്കിലും അയാളെ കൂടെ ചേർക്കരുത്. അത് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ചെയ്യേണ്ടതാണ്. അങ്ങനെ ഉണ്ടെങ്കിൽ ഈ കാലുമാറ്റം എന്ന് പറയുന്നൊരു കാര്യം അവസാനിക്കും. KV തോമസ് എന്ന് പറയുന്ന കോൺഗ്രസിൻ്റെ എല്ലാ സൗഭാഗ്യങ്ങളും ആസ്വദിച്ച ആൾ ഒരു സുപ്രഭാതത്തിൽ പിണറായി വിജയൻ്റെ കൂടെയും പോയി. 1 ലക്ഷം രൂപ ഓണറേറിയം ബാക്കി എല്ലാ സംഭവങ്ങളും സ്വീകരിക്കുന്നുണ്ട്, പണം കിട്ടുന്നുണ്ട്. പണത്തോടുള്ള ആർത്തി കൊണ്ടാണോ, അതോ പിണറായി വിജയനോ LDFിനോ അവിടെ സേവനങ്ങൾ ചെയ്തു കൊടുക്കാനാണോ? കോൺഗ്രസ് പറയുന്ന ചില സേവനങ്ങളുണ്ടല്ലോ, കേന്ദ്രത്തിൽ പിടിച്ച ചില കേസുകളുടെ കാര്യങ്ങൾ, ഇതൊന്നും നമുക്കറിയില്ല. അപ്പോൾ അവനവൻ്റെ കാര്യലാഭത്തിന് വേണ്ടി പാർട്ടി മാറുന്നവനെ ജനങ്ങൾ നേരിടണമെന്നാണ് ഞാൻ പറയുന്നത്. ഇത് ഞാനൊരു കലാപം ഉണ്ടാക്കാൻ വേണ്ടി പറയുന്നതല്ല. വോട്ട് ചെയ്യുന്ന ജനങ്ങൾ ഇത് മനസ്സിലാലോചിക്കും. ഇവിടെ ഇപ്പോൾ പിണറായി വിജയൻ 3ാം വട്ടവും അധികാരത്തിലെത്തും എന്ന തരത്തിൽ അവർ ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നു. അപ്പോൾ തന്നെ ഒരു ഉപതെരഞ്ഞെടുപ്പ് വരുന്നു. പക്ഷേ ഒരു സ്ഥാനാർത്ഥി നിർണയത്തിലേക്ക് പോലും എത്താൻ വല്ലാണ്ട് ആശങ്കപ്പെടുന്നുണ്ട്. ഒരു സ്ഥാനാർത്ഥിയെ ഇപ്പോൾ M സ്വരാജ് വരുമോ, അല്ലെങ്കിൽ ഒരു സ്വതന്ത്രൻ വരുമോ? ഇപ്പോൾ PV അൻവറെ പോലും ഒരു സ്വതന്ത്ര പരിവേഷം കെട്ടി ഒരു പറ്റിയ ഒരു സ്ഥാനാർത്ഥി ഇല്ലാത്തതുകൊണ്ടാണ് PV അൻവറിനെ അവതരിപ്പിച്ചത്. അപ്പോൾ ഇത്ര ദുർബലമാണോ അവിടെ CPM? ദുർബലം എന്ന് പറഞ്ഞാൽ അവർക്ക് തന്നെ ഉള്ളിലൊരു ഭയമുണ്ട്, ഈ ഭരണവിരുദ്ധ വികാരം ഉണ്ടാകുക. പാർട്ടി ചിഹ്നത്തിലൊരു സ്ഥാനാർത്ഥി ഭരണവിരുദ്ധ വികാരം ഉണ്ടെങ്കിൽ പിന്നെ എങ്ങനെയാണ് ഇവർ പിണറായി 3.0യെ കുറിച്ചൊക്കെ പറയുക? അല്ല, അതിപ്പോൾ പറയാമല്ലോ. ഞാനൊരു സിനിമ എടുക്കുന്നു, സിനിമ എടുത്ത് റിലീസ് ചെയ്യുന്ന പറയാൻ എനിക്ക് പറയാമല്ലോ, പടം 100 ദിവസം കൂടും, സൂപ്പർ ഹിറ്റായിരിക്കും, തുടരുന്നതിനേക്കാൾ സൂപ്പർ ഹിറ്റായി പോകും. പടം അടുത്ത ദിവസം പരാജയമാകുമ്പോൾ ഞാൻ കയ്യും കെട്ടിയിരുന്നിട്ട് എൻ്റെ കണക്കൂട്ടൽ തെറ്റിപ്പോയെന്ന് പറഞ്ഞാൽ പോരെ. അതിനെയാണ് 3.0 എന്നൊക്കെ പറയുന്നത്. വിട്ടുകളയും. പാർട്ടി ചിഹ്നത്തിൽ ഒരു സ്ഥാനാർത്ഥിയോടെ മത്സരിപ്പിച്ചാൽ പരാജയപ്പെട്ടാൽ CPMന് അത് വലിയ പരാജയമാണ്. ഉറപ്പായിട്ടും. അതുകൊണ്ടാണ് ഒരു സ്വതന്ത്രനെ അന്വേഷിക്കുന്നത്. ഇനി സ്വരാജിനെ അവിടെ പാർട്ടി ചിഹ്നത്തിൽ മത്സരിപ്പിച്ചുകൊണ്ട് സ്വരാജിനെ ഒതുക്കാൻ വേണ്ടിയുള്ള ശ്രമമാണോ എന്ന് പോലും സംശയിക്കേണ്ടിയിരിക്കും. സ്വരാജ് വന്നാൽ റിയാസിനതൊരു പാരയാകുമോ? സ്വരാജിന് ഒരു തോൽവി കൂടി താങ്ങുമോ? ഒരു തോൽവിയും കൂടെ വന്നാൽ അതോടെ ഒതുക്കാമല്ലോ. ഇത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അവനവൻ്റെ കാര്യങ്ങൾക്ക് വേണ്ടി പാർട്ടിയെ വിനിയോഗിക്കുക, രാഷ്ട്രീയം വിനിയോഗിക്കുന്ന ഒരവസ്ഥയാണിത്. CPMൻ്റെ എല്ലാമായ അവസാന വാക്കായി പിണറായി അങ്ങനെ ചിന്തിച്ചുകൂടാഴിയില്ല. ഇത് നമ്മുടെ കാഴ്ചപ്പാടാണ് കേട്ടോ. ചിലപ്പോൾ അങ്ങനെ സംഭവിക്കാം. അല്ല, ശൈലജ ടീച്ചറെ മത്സരിപ്പിച്ചതൊക്കെ കണക്കാക്കിയാണോ ഈ പറയുന്നത്? അതെ, തീർച്ചയായിട്ടും. ടീച്ചറെ മത്സരിപ്പിച്ച് തോൽപ്പിച്ചില്ലേ, അതോടെ ഇമേജ് താഴെ പോയില്ലേ? അതുവരെ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാവും ശൈലജ ടീച്ചർ എന്ന് പറഞ്ഞിരുന്നല്ലേ. P ജയരാജനും ഉണ്ടായിരുന്നില്ല, പോയില്ലേ? അപ്പോൾ നല്ല ഇമേജ് ഉള്ളവരെ മുഴുവൻ വീട്ടിലിരുത്തില്ലേ? G സുധാകരൻ, അതെ, അല്ലെങ്കിൽ തോമസ് ഐസക്. ഇവർക്കൊന്നും പദവി കൊടുക്കാതെ മൂലയ്ക്ക് മാറ്റിയിരുത്തിയിട്ട് തനിക്ക് വേണ്ടപ്പെട്ടവരെ മാത്രം കൊണ്ടുവരാൻ ശ്രമിക്കുന്ന ഒരു രീതി CPMന് കാണുന്നു. അതിവിടെയും സംഭവിച്ചുകൂടായില്ല. എന്തായാലും ജൂൺ 23 നമുക്ക് കാത്തിരുന്ന് കാണാം. അൻവർ വിജയിക്കുമോ, LDF വിജയിക്കുമോ, UDF വിജയിക്കുമോ?